ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ അധികം പേരും വീട്ടിൽ ചില്ലി ചിക്കൻ തയ്യാറാക്കാറില്ലല്ലേ, ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമായിരിക്കും. വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഉണ്ടാക്കാത്തത്, പക്ഷെ വളരെ സിമ്പിളാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേമാതിരി പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. 3/4 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വച്ചിരിക്കുന്നതാണ്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. 3/4 കിലോ ചിക്കൻ എടുക്കുമ്പോൾ 1 മുട്ട മതിയാകും. 1 കിലോ ചിക്കൻ ആണെങ്കിൽ 2 മുട്ട എടുക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി കുഴച്ചെടുക്കാം. ചിക്കൻ എപ്പോഴും ചെറിയ പീസാക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അതേമാതിരി എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കുമ്പോഴാണ് ചില്ലി ചിക്കൻ കൂടുതൽ സ്വാദ് കിട്ടുക. ഇനി ഇത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ ചിക്കൻ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പുറം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതേമാതിരി മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതേമാതിരി ഉള്ളു വേവുകയില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി വന്ന ചിക്കനും ഇതേമാതിരി തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനിയൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 7 വെളുത്തുള്ളി അല്ലി പൊടിയായി അരിഞ്ഞതും 1 മീഡിയം സൈസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ. ഇനി ഒരു സവാള വലുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതളുകളായിട്ട് എടുത്തിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. 1 കാപ്സിക്കം വലുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. 2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 3/4 കപ്പ് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സെമി ഗ്രേവി വേണ്ടതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഇതേമാതിരി കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ ചില്ലി ചിക്കൻ ഒരു ലൈറ്റായിട്ടുള്ളൊരു മധുരം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ചിക്കനൊക്കെ നല്ല മുരുമുരാന്ന് നമുക്ക് കിട്ടുക.
പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ചില്ലി ചിക്കൻ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.